ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ഈ ശ്ലോകത്തിലാണ് ഭഗവാന്റെ വരാഹാവതാരം നടക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താദദ്യാപി മജ്ജതി മഹീകിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യതോസ്യ നാസാപുടാൽ സമഭവശിശുകോലരൂപീം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ വരാഹാവതാരമാണിത്. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇവിടെ നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ സ്വയംഭുവ മനു ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്ന് സങ്കടമുണർത്തിക്കുന്നതാണെങ്കിൽ ഈ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ 2 വരി ബ്രഹ്മദേവൻ ഭഗവാനെ മനസ്സിൽ നന്നായി ധ്യാനം ചെയ്തിട്ട് ഉള്ളിൽ തെളിഞ്ഞ ആ ഭഗവാനോട് തൻ്റെ സങ്കടമുണർത്തിക്കുന്നതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരി. ഹാ ഹാ വിഭോ. ഹാ ഹാ, കഷ്ടം കഷ്ടമാണ് ഭഗവാനെ, ഏറ്റവും സങ്കടകരമാണ് ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കഷ്ടം കഷ്ടം, ഹാ ഹാ എന്ന് പറയുകയാണ്. വിഭോ, അല്ലയോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ. ജലമഹം ന്യപിപം. ജലമഹം, ജലം, അഹം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ജലമഹം. ജലം എന്നാൽ കാരണജലത്തെ, അഹം, അഹം എന്നാൽ ഞാൻ, പുരസ്താദദ്യാപി, പുരസ്താദ്, അദ്യ, അപി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് പുരസ്താദദ്യാപി. പുരസ്താദ് എന്നാൽ പണ്ട്, മുന്നേ തന്നെ, ഏറ്റവും ആദ്യകാലത്ത് തന്നെ അദ്യ അപി. അദ്യാപി എന്നാൽ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇപ്പോൾ, ഇത് ആദ്യ കാലത്ത് തന്നെ ഞാൻ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് നമ്മൾ വിട്ടുപോയി, ന്യപിപം. ന്യപിപം എന്ന് പറഞ്ഞാൽ കുടിക്കിച്ചതാണ്, ഞാനത് പാനം ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് പറയാം, അല്ലയോ ഭഗവാനെ, ഇത് വളരെ കഷ്ടമാണ്. കാരണം ഈ കാരണജലത്തെ ഞാൻ ആദ്യം തന്നെ, അതായത് വളരെ പണ്ട് തന്നെ, നമുക്ക് അറിയാം ആ ബ്രഹ്മാവ് ആ താമര തണ്ടിലിരിക്കുന്ന സമയത്ത് മുൻപൊരു ദശകത്തിൽ നമ്മൾ കണ്ടിരുന്നു. അതിനെ ഇങ്ങനെ വല്ലാതെ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കാരണജലത്തെയും അതിനെ ചലിപ്പിക്കുന്ന വായുവിനെയൊക്കെ തൻ്റെ ഉള്ളിലാക്കിയതായിരുന്നു ബ്രഹ്മാവ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ കാരണജലത്തെ ഞാൻ വളരെ മുൻപ് തന്നെ മുഴുവൻ പാനം ചെയ്തിരുന്നതാണ്. എന്നിട്ട് അദ്യാപി, എന്നിട്ടിപ്പോൾ മജ്ജതി മഹി. മജ്ജതി എന്നാൽ മുങ്ങിപ്പോകുന്നു. എന്താ മഹി, ഈ ഭൂമിദേവി, ഈ കാരണജലം പിന്നെ എങ്ങനെയുണ്ടായി, അതിലെങ്ങനെയാണ് പിന്നെ ഈ ഭൂമിദേവി വീണ്ടും മുങ്ങിപ്പോകുന്നത്? കിമഹം കരോമി. കിമഹം എന്ന് പറഞ്ഞാൽ കിം, അഹം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കിമഹം. കിം എന്നാൽ എന്ത്, അഹം എന്നാൽ ഞാൻ എന്താണ് കരോമി ചെയ്യേണ്ടത്. അപ്പോൾ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, ഞാനിത് ആ തുടക്കത്തിൽ തന്നെ, സൃഷ്ടിക്കും മുൻപ് തന്നെ ഞാൻ ഈ കാരണജലത്തെ മുഴുവൻ പാനം ചെയ്തിരുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ അതേ കാരണജലത്തിൽ ഭൂമി മുങ്ങിപ്പോകുന്നു. ഇനി ഞാൻ എന്താണ് ഭഗവാനെ ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ് ഇവിടെ ബ്രഹ്മദേവന.
ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യതോസ്യ. ഇത്തം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ത്വദംഘ്രിയുഗളം, ത്വത് അംഘ്രിയുഗളം, അങ്ങയുടെ, ത്വത് എന്നാൽ അങ്ങയുടെ, അംഘ്രിയുഗളം, യുഗളം എന്നാൽ രണ്ട്, അംഘ്രി എന്നാൽ പാദപത്മങ്ങൾ, ആ അങ്ങയുടെ ആ രണ്ട് പാദപത്മങ്ങളെ, അല്ലയോ ഭഗവാനെ, ശരണം യതോസ്യ, ശരണം എന്നാൽ ശരണം പ്രാപിച്ച, യതോസ്യ, യതഃ അസ്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യതോസ്യ എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാവിൻ്റെ, ഇവിടെ ആരാണോ ഭഗവാന്റെ പാദപത്മങ്ങളെ ശരണം പ്രാപിച്ചത് ആ ബ്രഹ്മാവിൻ്റെ, അപ്പോൾ എന്തു പറഞ്ഞിട്ടാണ് ഭഗവാനെ അങ്ങയുടെ പാദപത്മങ്ങളിൽ ശരണം പ്രാപിച്ചത്? ഇവിടെ തൻ്റെ നിസ്സഹായാവസ്ഥ സ്വയം മനസ്സിലാക്കി അത് ഭഗവാനോട് ഏറ്റുപറയുകയും ചെയ്ത ബ്രഹ്മാവിൻ്റെ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ വന്ന് ഭഗവാനോട് ചോദിക്കുന്നത്, മുൻപൊരിക്കൽ ഞാൻ പാനം ചെയ്തതാണ്, നമുക്ക് ഓർമ്മയുണ്ടല്ലേ, കാലവും ദേശവുമാകുന്ന ആ രണ്ട് പാരാമീറ്റേഴ്സിനെ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് ഈ ജലവും വായുവും എന്ന് പറയുന്ന അതാണ് എന്ന് പറഞ്ഞിരുന്നു. അതിനെ രണ്ടും വളരെ മുൻപ് തന്നെ, സൃഷ്ടിക്ക് മുൻപ് തന്നെ പാനം ചെയ്തിരുന്ന ബ്രഹ്മദേവൻ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ അത്യധികം ആശ്ചര്യം, അതിലേറെ സങ്കടമാണ് തോന്നുന്നത്. കാരണം തൻ്റെ നിർദ്ദേശപ്രകാരം സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാത് മന്വന്തരങ്ങളിൽ അതാത് മനുക്കൾ ആ സൃഷ്ടികർമ്മം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരും കൂടി ചേരുന്ന ഈ ഭൂമിയെ തന്നെ ജലത്തിൽ മുങ്ങിപ്പോകുന്നു. അതുകൊണ്ടാണ് ഭഗവാനോട് ചോദിച്ചത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് തൻ്റെ നിസ്സഹായാവസ്ഥ പൂർണ്ണമായും തിരിച്ചറിഞ്ഞ ബ്രഹ്മാവ് ഭഗവാന്റെ ആ ചരണപത്മങ്ങളിൽ അഭയം തേടിയപ്പോൾ, ശരണം പ്രാപിച്ചപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ നാസാപുടാൽ, നാസാപുടാൽ എന്നാൽ ആ നാസാദ്വാരത്തിൽ നിന്നും, നമ്മുടെ മൂക്കിലെ ആ രണ്ട് ദ്വാരത്തിൽ നിന്നും സമഭവ ശിശുകോലരൂപി, ഇവിടെ ചില ബുക്കിൽ അത് ചേർത്തായിരിക്കും, അങ്ങനെ വരുമ്പോൾ അവിടെ ഷ, ശിശുകോലരൂപിയുടെ ആദ്യത്തെ ഷ കൂട്ടക്ഷരമായിരിക്കും. ഇപ്പം എൻ്റെ ബുക്കിലൊക്കെ അങ്ങനെയാണ്. അതല്ലാത്തവർക്ക് അല്ലാത്തവരുടെ ബുക്കിൽ ഇപ്പോൾ ഇതിൻ്റെ പദം പിരിച്ചു പറയുമ്പോൾ മനസ്സിലാവും. സമഭവ ശിശുകോലരൂപി എന്ന് പറയുമ്പോൾ സമഭവ ശിശുകോലരൂപി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സമഭവ ശിശുകോലരൂപി. അപ്പോൾ ചില ബുക്കിൽ ഇത് പിരിച്ചു തന്നെ എഴുതിയിരിക്കുകയാവും. ഇനി സമഭവ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവിർഭവിച്ചു, എങ്ങനെ? ശിശുകോലരൂപി, ഒരു ശിശുവായിട്ടുള്ള കോലരൂപിയായിട്ട്, ഒരു ചെറിയ കുഞ്ഞിൻ്റെ രൂപത്തിൽ. കോലരൂപി എന്ന് പറഞ്ഞാൽ പന്നിയാണ് കോല എന്ന് പറയുന്നത്. ഒരു പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ, ഒരു ചെറിയ, അത് ശിശു എന്ന് വളരെ ചെറിയ ഒരു പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ. അല്ലയോ ബ്രഹ്മാവേ, ഭഗവാൻ പാദങ്ങളെ ആശ്രയിച്ച് അവിടുത്തെ ആ നാസാദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ ആവിർഭവിച്ചു സാക്ഷാൽ ഭഗവാൻ തന്നെ. ഭഗവാന് തൻ്റെ ഭക്തരുടെ, തൻ്റെ പ്രജകളുടെ ദുഃഖം കണ്ടുകൊണ്ട് നിൽക്കാനാവില്ലല്ലോ. ഇവിടെ സ്വയംഭുവ മനുവിന് ചക്ഷുഷ മന്വന്തരത്തിൽ വരെയുള്ള സൃഷ്ടികൾ പുരോഗമിച്ചപ്പോൾ സന്തുഷ്ടനായിരുന്നെങ്കിലും ആ മന്വന്തരത്തിൽ ഹിരണ്യാക്ഷൻ, ചക്ഷുഷ മന്വന്തരത്തിൽ ഹിരണ്യാക്ഷൻ എന്നൊരു അസുരൻ്റെ പ്രവൃത്തി മൂലം ഭൂമിദേവിയും തന്മൂലം തൻ്റെ പിൻഗാമികളുടെ സങ്കടവും കണ്ടപ്പോൾ ദുഃഖം വന്നതുപോലെ ആ സ്വയംഭുവ മനുവിൻ്റെയും പിന്നെയുള്ളവരുടെയും ദുഃഖം കണ്ട ബ്രഹ്മദേവന് അതിയായ സങ്കടം തോന്നിയതുപോലെ ഈ ബ്രഹ്മദേവൻ്റെ സങ്കടം കേട്ടപ്പോൾ ഭഗവാൻ അവിടെ അങ്ങനെ വെറുതെ ഇരിക്കാനായില്ല. ഭഗവാൻ എളുപ്പം വന്നു തൻ്റെ ഭക്തരെ, തന്നെ വിളിക്കുന്നവരെ സഹായിക്കാനായിക്കൊണ്ട്. അങ്ങനെ ഭഗവാൻ ആ ബ്രഹ്മദേവൻ്റെ നാസാദ്വാരത്തിൽ നിന്നും ഒരു കുഞ്ഞു പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഹാ ഹാ വിഭോ ജലമഹംന്യപിബം പുരസ്താദ്യാപി മജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യതോസ്യ നാസാപുടാൽ സമഭവ ശിശുകോലരൂപി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
ഇവിടെ ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ജലമഹം പറഞ്ഞു, അവിടെ മായ്ക്ക് അകാരം കൊടുക്കണം, അഹമാണ്. അതുപോലെ പുരസ്താദദ്യാപി, അത് ചേർത്ത് തന്നെ വായിക്കുക. അവിടെയും പുരസ്താദദ്യാപി, അദ്യ അപിയാണ്, അതുകൊണ്ട് ദായ്ക്ക് അകാരം കൊടുക്കണം. അവിടെ പുരസ്താ കഴിഞ്ഞ് ദദ്യാപി എന്ന് എടുക്കരുതേ. പിന്നെ അടുത്തത് ഇത്തം ത്വദംഘ്രിയുഗളം, അവിടെ അംഘ്രിയുഗളമായതുകൊണ്ട് ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ നമ്മൾ 4ാമത്തെ വരിയിൽ നമ്മൾ പറഞ്ഞിരുന്നു സമഭവ ശിശുകോലരൂപി, അങ്ങനെയെങ്കിൽ അത് പിരിച്ചാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അങ്ങനെ വായിക്കുക. അല്ല എങ്കിൽ ശ കൂട്ടക്ഷരമാണ്, കട്ടിയിൽ തന്നെ, അത് ചേർത്താണ് എഴുതിയിരിക്കുന്നതെങ്കിൽ കട്ടിയിൽ തന്നെ വായിക്കുക. സമഭവ ശിശുകോലരൂപി. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനുള്ള. പിന്നെ ഭഗവാന്റെ വരാഹാവതാരമായതുകൊണ്ട് തന്നെ അവിടെ സർവത്ര പറയണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇവിടെയും നമുക്ക് ഒരു സംശയം തോന്നാം, ഭഗവാൻ എന്തുകൊണ്ടാണ് വരാഹാവതാരം എടുത്തത്, അല്ലെങ്കിൽ പന്നിയുടെ അവതാരം എടുത്തത് തൻ്റെ പ്രിയപത്നിയായ ഭൂമിദേവിയെ രക്ഷിക്കാൻ. ഇവിടെ നമുക്കറിയാം ഭൂമിദേവി ജലത്തിലേക്ക് ആണ്ടുപോയി. അപ്പോൾ എവിടെയാണിപ്പോൾ ഭൂമിദേവി ഉള്ളത് എന്ന് അറിയില്ല. നമ്മൾ 6ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളുടെയൊക്കെയും സൂക്ഷ്മാംശത്തെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. അവിടെ ഭൂമിയുടെ ആ സൂക്ഷ്മാംശം എന്ന് പറയുന്നത് ഗന്ധമാണ് എന്ന് പറഞ്ഞിരുന്നു നമ്മൾ. ആകാശത്തിൻ്റേത് ശബ്ദം, വായുവിലേക്ക് വരുമ്പോൾ അത് ശബ്ദവും സ്പർശവും ഉണ്ടാകുന്നു. അഗ്നിയിലേക്ക് വരുമ്പോൾ ശബ്ദവും സ്പർശവും രൂപവും ഉണ്ടാകുന്നു. ജലമാകുമ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, 4 ഗുണങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഭൂമിദേവിയുടെ പ്രധാന സൂക്ഷ്മാംശം ഗന്ധമാണ്. അതുകൊണ്ട് തന്നെ ശബ്ദത്തോടും സ്പർശത്തോടും രൂപത്തോടും രസത്തോടും ഒപ്പം ഗന്ധവും കൂടി ഭൂമിദേവിയുടെ സൂക്ഷ്മാംശമാണ്. അപ്പോൾ ആ സൂക്ഷ്മാംശ തലത്തിൽ തന്നെ അന്വേഷിച്ചു ഭൂമിദേവിയെ കണ്ടെത്താൻ ഏറ്റവും ഉത്തമമായ ഒരു രൂപമെടുക്കുക എന്നുള്ളതായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം. ആചാര്യന്മാർ പറയാറുണ്ട്, പന്നിയുടെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അത് ഗന്ധത്തിലൂടെയാണ് അത് തിരിച്ചറിയുന്നതെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ചും ഭൂമിദേവിയെ കണ്ടെത്താൻ അതിൻ്റെ സൂക്ഷ്മാംശമായ ഗന്ധത്തെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുന്നത് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ശരിയായ വഴിയെന്ന് എല്ലാം അറിയുന്ന ഭഗവാന് തോന്നിയതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ വരാഹരൂപം തന്നെ ധരിച്ചത്, ആ ഭൂമിദേവിയെ കണ്ടുപിടിക്കാനായിട്ട്. കാരണം മണത്ത് അറിയാൻ കഴിയും ഭൂമിദേവി എവിടെയാണ് എന്ന് വരാഹത്തിന്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ വരാഹാവതാരം എടുത്തത്. നമ്മൾ അതിൽ ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. വരാഹാവതാരത്തിൻ്റെ പ്രത്യേകതയും നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ട് ഭഗവാൻ വരാഹാവതാരം എടുത്തു എന്നും കണ്ടു. നമ്മൾ ജലത്തിന് ഉള്ളിലേക്ക് ആണ്ടുപോയ ഭൂമിദേവിയെ ജലത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഗുണമായിരുന്നു ഭൂമിദേവിക്കെങ്കിൽ ഒരു പക്ഷേ കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ജലത്തിനേക്കാൾ അധികമായി ഭൂമിദേവിക്കുള്ളത് ഗന്ധം എന്ന് പറയുന്ന ഒരു സൂക്ഷ്മാംശമാണ്. അതുകൊണ്ട് ആ ഭൂമിദേവിയെ, ജലത്തിനുള്ളിലൂടെ പോയി ഭൂമിദേവിയെ കണ്ടുപിടിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ ഗന്ധത്തിലൂടെ ഭൂമിദേവിയുടെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ഭൂമിദേവിയെ രക്ഷിക്കാൻ കഴിയുന്ന അവതാരം അല്ലെങ്കിൽ രൂപമെടുക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ വരാഹാവതാരം എടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് സാമാന്യേന മനസ്സിലാക്കാനുള്ളത്. ഹരേ കൃഷ്ണ.